ഓക്കെ, നമ്മളിപ്പോ അറേസിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. അതിനു മുന്നേ എന്തിനാണ് നമുക്ക് അറേസിന്റെ ആവശ്യം നമുക്ക് നോക്കാം. ഓക്കെ, എനിക്കിപ്പോ എൻ്റെ 5 മാർക്സ് എനിക്ക് കിട്ടിയ 5 മാർക്സ് സ്റ്റോർ ചെയ്യണം. അപ്പൊ ഞാൻ എന്താ ചെയ്യാ? നമുക്കറിയാം, നമുക്ക് ഈ വാരിയബിൾസ് ഉപയോഗിക്കാൻ പറ്റും അല്ലേ? ഞാൻ ഇപ്പോൾ ഇൻറ്റ് മാർക്ക് 1 ഈക്വൽ ടു 10 എന്ന് എനിക്ക് സേവ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇൻറ്റ് മാർക്ക് 2 ഈസ് ഈക്വൽ ടു 15 ഇൻറ്റ് മാർക്ക് 3 ഈസ് ഈക്വൽ ടു 20. അങ്ങനെ 5, 10, 50 എത്ര മാർക്സ് വേണമെങ്കിലും എനിക്ക് ഇൻറ്റ് എന്നുള്ള വാരിയബിൾസ് ഉപയോഗിച്ച് എനിക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. മൾട്ടിപ്പിൾ വാരിയബിൾസ് ഉപയോഗിച്ച് എനിക്ക് എൻ്റെ മാർക്സ് സ്റ്റോർ ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് നമുക്ക് യൂസ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്കിപ്പോൾ എത്ര വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. പക്ഷേ ഇപ്പോൾ ഒരു 1000 മാർക്സ് ഉണ്ട്, അല്ലെങ്കിൽ 1000 ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് ഓരോ വാരിയബിൾസ് ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് അറേ എന്ന് പറയുന്നത്. ഈ അറേയിൽ നമുക്ക് ഒറ്റ വാരിയബിൾ നെയിമിന്റെ ചുവട്ടിൽ എത്ര നമ്പർ വേണമെങ്കിൽ സേവ് ചെയ്യാൻ പറ്റും. എത്ര നമ്പർ എന്നല്ല, എത്ര എലമെന്റ്സ് വേണമെങ്കിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇന്റിജർ വാല്യൂ ആയിക്കോട്ടെ, സ്ട്രിംഗ് വാല്യൂ ആയിക്കോട്ടെ, അങ്ങനെ എന്തും എത്ര വാല്യൂസ് വേണമെങ്കിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു ഇന്റിജർ ടൈപ്പ് അറേയാണ് ഡിക്ലെയർ ചെയ്യുന്നതെങ്കിൽ എനിക്ക് ഇന്റിജർ വാല്യൂസ് മാത്രമായിരിക്കും അതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത്. ഒരിക്കലും എനിക്കൊരു ഇന്റിജർ അറേയിൽ വേറെ ഇപ്പോൾ സ്ട്രിംഗ് വാല്യൂസോ ക്യാരക്ടറോ ഫ്ലോട്ടോ ഒന്നും സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഫ്ലോട്ട് ആണെങ്കിൽ അതിലെനിക്ക് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് മാത്രമായിരിക്കും ചെയ്യാൻ പറ്റുക. അതിലെനിക്ക് സ്ട്രിങ്ങോ അങ്ങനത്തെ വാല്യൂബിൾ ഒന്നും വാല്യൂസ് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, നമുക്കൊരു അറേ എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നത് നോക്കാം. ഒരു അറേ ഡിക്ലെയർ ചെയ്യുന്ന ഒരു വാരിയബിൾ ഡിക്ലെയർ ഏകദേശം ഒരേപോലെ തന്നെയാണ്. നമ്മൾ വാരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന പോലെ തന്നെ ആദ്യം ഏത് ടൈപ്പാണ് നമുക്ക് വേണ്ടത്, ഏത് ടൈപ്പ് അറേയാണ് നമുക്ക് വേണ്ടത്, ഏത് ടൈപ്പ് ഓഫ് ഡേറ്റാസ് ആണ് അറേയിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എനിക്ക് ഇൻറ്റിജർ ടൈപ്പ് സ്റ്റോർ ചെയ്യാനാണ്. അപ്പോൾ ഞാൻ ഇൻറ്റ് പറയുന്ന ഡേറ്റ ടൈപ്പ് കൊടുത്തു. അതിനുശേഷം അറേയുടെ പേരെന്താണ്? ഇപ്പം എൻ്റെ അറേയുടെ പേര് പറയുന്നത് മാർക്സ് ആണ്. മാർക്സ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് എത്ര സൈസാണ് അറേക്കുള്ളത്, അതായത് എത്ര എലമെന്റ്സ് ആണ് അറേയിൽ സ്റ്റോർ ആവുന്നത് നമ്മൾ കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ പറയുകയാണ്, ലെറ്റ്സ് സേ ഇപ്പം എനിക്ക് 5 മാർക്സ് വാല്യൂസ് ആണ് സ്റ്റോർ ചെയ്യേണ്ടത്. എന്നിട്ട് ഞാൻ ഈക്വൽ ടു കൊടുത്ത് കേളി ബ്രേസിൽ 5, 7, 8, 9, 10 എന്ന് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മാർക്സ് എല്ലാം എനിക്ക് ഒറ്റ വാരിയബിൾ ആയിട്ടുള്ള മാർക്സ് എന്ന് പറയുന്ന ഈ അറേയിൽ സ്റ്റോർ ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മെമ്മറിയിൽ എന്താണ് ഉണ്ടാവുന്നത് നമുക്കൊന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കാം. ഇപ്പം ഞാൻ ഇൻറ്റ് മാർക്സ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 5 സ്പേസ് ഉള്ള ഒരു കണ്ടിന്യൂസ് മെമ്മറി ബ്ലോക്ക് മെമ്മറിയിൽ അലോക്കേറ്റ് ചെയ്യപ്പെടും. എന്നിട്ട് അതിലോട്ടാണ് ഞാൻ എൻ്റർ ചെയ്യുന്ന വാല്യൂസ് സ്റ്റോർ ആവുന്നത്. ഓക്കെ, ഇപ്പം ഞാൻ എൻ്റർ ചെയ്ത വാല്യൂസ് ഏതൊക്കെയാണ്? 5, 7, 8, 9, 10 എന്നിവയാണ്. അപ്പോൾ ഈ 5, 7, 8, 9, 10 എന്നുള്ളത് ഒരു കണ്ടിന്യൂസ് മെമ്മറി ബ്ലോക്കിലോട്ട് സേവ് ആവുകയാണ്. ഇതിൽ എനിക്ക് ഒരിക്കലും 5 കഴിഞ്ഞിട്ട് ഇവിടെ ഇപ്പോൾ ഒരു 7.26 അങ്ങനത്തെ വാല്യൂസ് ഒന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതൊരു ഇൻറ്റിജർ ടൈപ്പാണ്. ഒരു ഫ്ലോട്ട് ടൈപ്പ് ആയിരുന്നെങ്കിൽ എനിക്കിത് ആഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. അതായത് കളക്ഷൻ ഓഫ് സിമിലർ ടൈപ്പ് ഓഫ് എലമെന്റ്സ് ആണ് അറേ എന്ന് പറയുന്നത്. പോരാത്തതിന് അറേക്ക് വേറെ പ്രത്യേകത കൂടെ ഉണ്ട്. അറേക്ക് ഇൻഡെക്സ് നമ്പറിംഗ് ഉണ്ട്. ഇപ്പം ഈ നമ്മൾ സേവ് ചെയ്യുന്ന ഈ ബോക്സസിന്, ഈക്വൽ ബോക്സസിന് ഓരോന്നിനും ഇൻഡെക്സ് വാല്യൂ ഉണ്ട്. ഇൻഡെക്സ് വാല്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് 0 എന്നുള്ള പൊസിഷൻ മുതലാണ്. 0 മുതൽ 4 വരെയാണ് ഈ ഒരു അറേയിൽ വാല്യൂസ് വരുന്നത്. ഈ ലാസ്റ്റ് എലമെന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് സൈസ് -1 ആയിരിക്കും. ഇവിടെ സൈസ് എത്രയാണ്? 5 - 1 ആണ്. അതായത് 4 ആണ് ഇവിടെ വരുന്ന ഈ അറേയുടെ വാല്യൂ എന്ന് പറയുന്നത്, ഈ അറേയുടെ ലാസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇതൊന്നിനി കോഡ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഒരു അറേ ഡിക്ലെയർ ചെയ്യാൻ പോവാൻ നോക്കുന്നത്? നമുക്കറിയാം, ഒരു വാരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന പോലെ തന്നെയാണ് അറേ ഡിക്ലെയർ ചെയ്യുന്നു. അത് നമ്മൾ ഏത് ടൈപ്പ് അറേയാണ് നമുക്ക് വേണ്ടതെന്ന് പറയും. അതായത് എനിക്ക് വേണ്ടത് ഇപ്പോൾ ഇൻറ്റ് എന്ന് പറയുന്ന ഒരു അറേ ടൈപ്പ് ആണ്. അതിനുശേഷം അറേന്റെ പേര് പറയുന്നത് മാർക്സ് ആണ് കൊടുക്കുന്നത്. അതിനുശേഷം സ്ക്വയർ ബ്രാക്കറ്റിൽ എത്രയാണ് അറേയുടെ മാക്സിമം സൈസ്, അല്ലെങ്കിൽ എത്ര എലമെന്റ്സ് ആണ് അറേയിൽ സേവ് ചെയ്യേണ്ടത് എന്നാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ 5 എന്ന് കൊടുത്തു. എന്നിട്ട് ഞാൻ കൊടുക്കാൻ പോവാണ് ഇപ്പോ ലെറ്റ്സ് സേ 56, 86, 99, 74, 67. ഓക്കെ, ഇതാണ് എൻ്റെ 5 വാല്യൂസ്. ഈ 5 വാല്യൂസ് ആണ് ഞാൻ ഇൻറ്റ് മാർക്സ് എന്ന് പറയുന്ന അറേയിൽ സേവ് ചെയ്ത് വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന് ശേഷം നമുക്കറിയാം, ഓരോ അറേ എലമെന്റ്സിനും പൊസിഷൻ ഉണ്ട് അല്ലെ? ഓരോ അറേ എലമെന്റ്സിനും ഇൻഡെക്സ് വാല്യൂസ് ഉണ്ട്. അപ്പൊ ഫസ്റ്റ് ഇൻഡെക്സ് എന്താണ്? 0 ആണ്. അപ്പൊ എനിക്ക് ഫസ്റ്റ് എലമെന്റ് ഇതിന്ന് എങ്ങനെ പ്രിന്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ അതിനെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ പറ്റും എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഇവിടെ സി ഔട്ട്
മാർക്സ് എന്ന് പറയുന്ന അരയുടെ 0th പൊസിഷനിലുള്ള വാല്യൂ എനിക്ക് പ്രിന്റ് ചെയ്ത് കാണിക്കണം. ഓക്കെ, നമ്മൾ ഇവിടെ 5 എന്ന് കൊടുത്തേക്കുന്നത് മാക്സിമം സൈസ് ആണ്, അല്ലെങ്കിൽ എത്ര എലമെന്റ്സ് അതിൽ സ്റ്റോർ ചെയ്യണം എന്നുള്ളതാണ്. ഇവിടെ ഞാൻ മാർക്സിൽ 0, സി ഔട്ടിൽ മാർക്സിൽ 0 എന്ന് കൊടുത്തേക്കുന്നത് എത്രാമത്തെ എലമെന്റ് ആണ് എനിക്ക് പ്രിന്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പൊ ഞാൻ മാർക്സ് 0 പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ആദ്യം കാണിച്ചോളൊന്ന് ക്ലിയർ ചെയ്യാൻ പോവാണ്. റൺ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരുന്നത്? 56 വന്നു അല്ലെ. ഫസ്റ്റ് വാല്യൂ ആണ് എനിക്ക് പ്രിന്റ് ചെയ്ത് കാണിക്കുന്നത്. 56 ആണ് എന്റെ ഫസ്റ്റ് വാല്യൂ. ഞാനിപ്പോ എനിക്ക് ലാസ്റ്റ് വാല്യൂ ഏതാണ്? ഈ അറേ എലമെന്റ് തുടങ്ങുന്ന 0 എന്നായതുകൊണ്ട് തന്നെ ലാസ്റ്റ് എലമെന്റ് ഇരിക്കുന്ന പൊസിഷൻ പറയുന്നത് 4 ആയിരിക്കും. അപ്പൊ ഞാൻ മാർക്സ് ഓഫ് 4 പ്രിന്റ് ചെയ്യാൻ പോവാണ്. എനിക്ക് 67 കിട്ടി. അതെ, 67 ആണ് ലാസ്റ്റ് എലമെന്റിൽ ഇരിക്കുന്നത്. ഇപ്പൊ എനിക്ക് ഓരോ എലമെന്റ്സും ഓരോന്നായിട്ട് പ്രിന്റ് ചെയ്യാൻ എനിക്ക് മനസ്സിലായി. പക്ഷെ ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ. നമ്മളിപ്പോ 5 ആയതുകൊണ്ട് നമുക്ക് ചില പെട്ടെന്ന് ചെയ്യാൻ പറ്റിയെന്ന് വരാം. പക്ഷെ നമുക്ക് എല്ലാ എലമെന്റ്സും ഇപ്പൊ 100 എല്ലാ എലമെന്റ്സും പ്രിന്റ് ചെയ്യണം. അപ്പൊ അതിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ലൂപ്പ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ലൂപ്പ് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ ഫോർ ലൂപ്പ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒറ്റ സ്റ്റേറ്റ്മെന്റിൽ എല്ലാ എലമെന്റും പ്രിന്റ് ആവുന്നത് നമുക്ക് നോക്കാം. അപ്പൊ ഫോർ ലൂപ്പിന്റെ ഇപ്പൊ ഈ സിയോട് കളയാൻ പോവാണ്. എന്നിട്ട് ഫോർ ലൂപ്പിന്റെ സിന്റാക്സ് എഴുതാൻ പോവാണ്. 4 എന്ന് എഴുതി നമുക്കൊരു ഐ എന്ന് പറഞ്ഞ വാല്യൂ വേണം അല്ലെ, ഏതെങ്കിലും ഒരു വാല്യൂ വേണം. അപ്പൊ ഐ ഇതുവരെ ഇനിഷ്യലൈസ് ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ ഇതിനുള്ള ഇന്റ് ഐ എന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് അതിന്റെ വാല്യൂ എത്ര സ്റ്റാർട്ട് ചെയ്യേണ്ടത്? 0 എന്നാണ് അതിന്റെ വാല്യൂ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. കാരണം അറേന്റെ പൊസിഷൻ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0 എന്നാണ്. അപ്പൊ 0 മുതലാണ് എനിക്ക് വേണ്ടത്. അപ്പൊ ഐ ഈക്വൽ 0 കൊടുത്തു. അതിനുശേഷം അതിന്റെ വാല്യൂ ഏത് വരെ പോകണം? ലെസ് ദാൻ 5 കൊടുത്തു അല്ലെ. അതിനുശേഷം എന്താ കൊടുക്കേണ്ടത്? ഐ പ്ലസ് പ്ലസും കൊടുത്തു. എന്നിട്ട് ലൂപ്പിന്റെ ബോഡിയുടെ ഉള്ളിൽ ഞാൻ എഴുതാൻ പോവാണ് സി ഔട്ട് മാർക്സ് ഓഫ്, എന്താ കൊടുക്കേണ്ടത്? മാർക്സ് ഓഫ് ഐ എന്ന് അല്ലെ. കാരണം ഇപ്പൊ എന്താ ഉണ്ടാകാൻ പോകുന്നത്? ഇപ്പൊ റൺ ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇതിൽ ഞാൻ ഒരു എൻഡ് എല്ലാം കൂടെ ഇടാൻ പോവാണ്. നമുക്ക് ലൈൻ ബൈ ലൈൻ ആയിട്ട് ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത് നമുക്ക് ലൈൻ ബൈ ലൈൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് വന്നത്? ഫസ്റ്റ് ഇന്റ് ഐ ഈസ് ഈക്വൽ ടു 0. ഐ 0 ആവുന്ന സമയത്ത് കണ്ടീഷൻ ഐ ലെസ് ദാൻ 5 ശരിയാണ്. അതുകൊണ്ട് ലൂപ്പ് ബോർഡ് ഉള്ളിലോട്ട് പോയി മാർക്സ് ഓഫ് ഐ പ്രിന്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ ഐ ഇരിക്കുന്ന വാല്യൂബിൾ ഏതാണ്? 0 ആണ്. അതുകൊണ്ട് മാർക്സ് ഓഫ് ഐ പ്രിന്റ് ചെയ്യും. മാർക്സ് ഓഫ് 0 പ്രിന്റ് ആയി. അതിനുശേഷം എന്തായി? ഐ പ്ലസ് പ്ലസ് ആയി. കണ്ടിച്ച് ചെക്ക് ചെയ്തു, 1 പ്രിന്റ് ആയി. അങ്ങനെ 4 വരെ, ലെസ് ദാൻ 5 വരെ ഈ ലൂപ്പ് റൺ ആയിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് ഓരോ തവണയായിട്ട് 5 എലമെന്റ്സ് പ്രിന്റ് ആയി കിട്ടും അല്ലെ. ഇങ്ങനെയാണ് നമ്മൾ ഹാർഡ് കോഡ് ചെയ്തേക്കുന്ന അറേ വാല്യൂസ് പ്രിന്റ് ചെയ്ത് കാണിക്കുന്നത്. പക്ഷെ ഇതിലൊരു പ്രശ്നമുണ്ട്. ഇത് ഞാൻ എന്റെ മാർക്സ് ആണ് എൻ്റർ ചെയ്തത് അല്ലെ. ചിലപ്പോൾ നിങ്ങൾക്ക് ചില സമയത്ത് യൂസറുടെ കയ്യിൽ നിന്ന് വാല്യൂസ് വാങ്ങേണ്ടി വരും. അപ്പൊ അതിന് നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ വാരിയബിളിന്റെ അതേ കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുക. വാരിയബിളിൽ നമ്മൾ യൂസറിന്റെ കയ്യിൽ നിന്ന് വാല്യൂ വാങ്ങണമെങ്കിൽ നമുക്കൊരു വാരിയബിൾ വേണം. എന്നിട്ട് സിഇൻ ഉപയോഗിച്ച് ആ വാരിയബിളിലോട്ട് നമ്മൾ സ്റ്റോർ ചെയ്യും അല്ലെ. അപ്പൊ നമ്മളിപ്പോ എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മൾ ഈ ഹാർഡ് കോഡ് ചെയ്ത വാല്യൂ കളയാൻ പോവാണ്. എന്നിട്ട് നമ്മൾ ഇവിടെ ഫോർ ലൂപ്പ് എഴുതി സി ഔട്ടിൽ വാങ്ങിയ പോലെ തന്നെ നമ്മൾ സീനിന് വേണ്ടി ഒരു ഫോർ ലൂപ്പ് എഴുതാൻ പോവാണ്. ഫോർ ഇന്റ് ഐ ഈസ് ഈക്വൽ ടു 0, ഐ ലെസ് ദാൻ 5, ഐ പ്ലസ് പ്ലസ് കൊടുത്തു. എന്നിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ എഴുതുകയാണ് സി ഇൻ മാർക്സ് ഓഫ് ഐ എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, നമുക്ക് കുറച്ചുകൂടെ അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ enter the marks സി ഔട്ടില് enter your marks കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം entered, അതിനുശേഷം എന്റേഡിന്റെ സ്പെല്ലിംഗ് തെറ്റുകൊണ്ടാണ്. അപ്പൊ ഞാൻ അതിനുശേഷം കൊടുക്കാൻ പോകുന്നു. ഇങ്ങനെ കൊടുത്താൽ മതി. മാർക്സ് എന്ന് പറഞ്ഞിട്ട് ഇതും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, റൺ ചെയ്ത് നോക്കാം. അപ്പൊ എൻ്റർ യുവർ മാർക്സ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ആദ്യം കൊടുക്കാൻ പോവാണ്. ഞാനിപ്പോ 6 കൊടുത്തു, 8 കൊടുത്തു, 7 കൊടുത്തു, 9 കൊടുത്തു, 29 കൊടുത്തു. അപ്പോൾ എനിക്കത് തിരിച്ച് പ്രിന്റ് ആയി വന്നില്ല. അല്ല, വന്നു അല്ലേ. എനിക്ക് ഞാൻ 6 കൊടുത്തു, 8 കൊടുത്തു, 7 കൊടുത്തു, 9 കൊടുത്തു, 29 കൊടുത്തു. അതിന് എൻ്റർ യുവർ മാർക്സ് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് മാർക്സ് 6 എന്ന് പറഞ്ഞിട്ട്
6, 8, 7, 9, 29 എന്ന് എനിക്ക് തിരിച്ച് പ്രിന്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇതാണ് ബേസിക് ആയിട്ട് ഒരു അറേന്ന് നമ്മൾ ഇൻപുട്സ് വാങ്ങുന്നതും തിരിച്ച് പ്രിന്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് അറേ വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് നോക്കാം. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാണ്. അപ്പൊ എന്ത് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ പോകുന്നത്? നമ്മള് കാൽക്കുലേറ്റ് ദ സം ഓഫ് ഓൾ എലമെന്റ്സ് ഇൻ എ വണ്ടി അറേ. ഒരു വണ്ടി അറേയിലുള്ള എല്ലാ എലമെന്റ്സിന്റെയും സമ്മ് കണ്ടുപിടിക്കാൻ പോവാണ് നമ്മൾ. അപ്പൊ നമുക്ക് എക്സാമ്പിൾ അത് തന്നെ കൊടുത്തിട്ടുണ്ട്. 1, 2, 3, 4, 5 ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം ആഡ് ചെയ്തിട്ട് കിട്ടുന്ന 15 ആയിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. ഇതാണ് നമ്മുടെ പറഞ്ഞിട്ടുള്ള കാര്യം. ഇത് നമ്മൾ എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യനിൽ ചെയ്യാൻ പോകുന്നത്? ആദ്യം നമ്മൾ എന്റർ നമ്പർ ഓഫ് എലമെന്റ്സ് പറഞ്ഞിട്ടുണ്ട്. എത്ര നമ്പർ ആണ് അറേയിൽ ഉള്ളത് യൂസർ നമ്മൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ യൂസർ അത് എൻ്റർ ചെയ്യുന്നുണ്ട്. ആ എൻ്റർ ചെയ്യുന്ന എവിടെയാണ് സ്റ്റോർ ആവുക? എന്നിലാണ് സ്റ്റോർ ചെയ്യുക. അത് എന്നിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ആദ്യം നമ്മൾ ഇന്റ് എന്ന വാരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. സി ഇന്നിൽ n കൊടുത്തിട്ട് അത് വാങ്ങുന്നുണ്ട്. ഓക്കെ, അപ്പൊ n എന്നുള്ളത് മാക്സിമം സൈസ് ആണ് നമുക്ക് മനസ്സിലായി. എത്ര എലമെന്റ്സ് ആണ് അറേയിൽ ഉള്ളത് നമുക്ക് മനസ്സിലായി. എന്നിട്ട് അറേ ഡിക്ലെയർ ചെയ്യാൻ പോവാണ്. ഇന്റ് അറേ ഓഫ് n, അതായത് ഇന്റ് അറേ ഓഫ് എത്ര സൈസ് ആണോ യൂസർ കൊടുത്തത് അത്ര സൈസ് ഉള്ള ഒരു അറേ നമ്മൾ ഡിക്ലെയർ ചെയ്തു. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യാൻ പോണേ? നമ്മുടെ എന്റർ എലമെന്റ്സ് പറഞ്ഞിരിക്കുകയാണ്. എന്റർ എലമെന്റ്സ് എന്ന് പറഞ്ഞിട്ട് എത്ര വാല്യൂസ് ആണ് അല്ലെങ്കിൽ ഏതൊക്കെ വാല്യൂസ് ആണ് ഉള്ളത് എന്ന് യൂസറുടെ കയ്യിൽ നിന്ന് നമ്മൾ സീൻ ഉപയോഗിച്ച് വാങ്ങിക്കുകയാണ്. അപ്പൊ ഇതുവരെ എല്ലാ ആൾക്കാർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇതിന് ശേഷം നമ്മൾ എന്താ ചെയ്യാൻ പോണേ? ഇതിന് ശേഷം നമ്മൾ സമ്മ് കണ്ടുപിടിക്കാൻ പോവാണ് അല്ലെ. സമ്മ് കണ്ടുപിടിക്കുന്നതിന്റെ മുന്നേ നമ്മൾ ഇന്റ് സം എന്ന് പറയുന്ന ഒരു വാരിയബിളിൽ 0 അസൈൻ ചെയ്ത് വെക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഫോർ ലൂപ്പ് എഴുതുകയാണ്. ഫോർ ലൂപ്പ് എന്താണ്? സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെ നിന്നാണ്? ഇന്റ് I is equal to 0, I ലെസ് ദാൻ n, I പ്ലസ് പ്ലസ്. എന്നിട്ട് നമ്മൾ എന്താ പറയുന്നത്? സം പ്ലസ് ഈക്വൽ ടു അറേ ഓഫ് I. അതായത് സം എന്ന് പറയുന്ന വാരിയബിളിലേക്ക് നമ്മൾ ഓരോ വട്ടം അറേ ഓഫ് ഐയിലെ വാല്യൂ ആഡ് ചെയ്ത് വെക്കുകയാണ്. നമ്മളിത് റൺ ചെയ്തു. എന്നിട്ട് നമ്മൾ താഴെ പറയാണ് സി ഔട്ടില് sum is equal to ഇപ്പൊ 5 എലമെന്റ്സ് ഉണ്ട് എന്റെ അറേയിൽ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ 1, 2, 3, 4, 5 ഇതാണ് എന്റെ എലമെന്റ്സ് കൊടുത്തു. അപ്പൊ സം ഈസ് ഈക്വൽ ടു 15 നമുക്ക് കിട്ടിയതൊക്കെയാണ് അല്ലെ. അത് വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഇത്ര എഴുതി. ഇന്റ് സം എന്ന് പറയുന്ന വാരിയബിൾ നമ്മൾ ആദ്യം 0 വെച്ചു. എന്നിട്ട് ഓരോ എലമെന്റിനെ എടുക്കുമ്പോഴും ആ എലമെന്റ് ആഡ് ചെയ്തിട്ട് സമ്മിലോട്ട് വെക്കാൻ പറയാണ്. ഈ കണ്ടീഷൻ നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ സിമ്പിൾ ആയിട്ട് എക്സ്പാൻഡ് ചെയ്തിട്ട് സം ഈസ് ഈക്വൽ ടു സം പ്ലസ് അറേ ഓഫ് I. ഓക്കെ, ഇതിലെന്താ ഉണ്ടാവുന്നത്? ആദ്യം നമ്മൾ സം എന്നുള്ളത് 0 വെച്ചേക്കുന്നത് അല്ലെ. അപ്പൊ ഓരോ തവണ ലൂപ്പിന്റെ ഉള്ളിൽ കയറിയിട്ട് അറേ ഓഫ് I എന്നുള്ള എലമെന്റ് 1 ആണ്. 1 പ്ലസ് ഈ സമ്മിന്റെ വാല്യൂ എത്രയാണ്? 0 ആണ്. അത് നമ്മൾ എങ്ങോട്ട് സ്റ്റോർ ചെയ്യും? ലെഫ്റ്റിലിരിക്കുന്ന സമ്മിലോട്ട് സ്റ്റോർ ചെയ്യും. ഓക്കെ, അപ്പൊ സമ്മിൽ എത്രയായി? ഐയിലിരിക്കുന്ന വാല്യൂബിൾ മാത്രമായിരിക്കും. അടുത്ത വട്ടം ലൂപ്പ് തിരിഞ്ഞു വരുമ്പോൾ I 1 ആവും. അന്നേരം എന്താണ് സമ്മിൽ എത്ര ഇരിക്കുന്നത്? ഈ സമ്മിലിരിക്കുന്ന വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1 ആണ്. ആ 1ഉം അതിന്റെ കൂടെ എത്ര ഉണ്ട്? നമ്മൾ അടുത്ത I 1 ആവുമ്പോ ഉള്ളത് പറഞ്ഞ സെക്കൻഡ് വാല്യൂ ആണ്. അതും ഇവിടെ ആഡ് ചെയ്യും. അങ്ങനെ ഓരോ വട്ടവും അത് ചെയ്ത് സം എന്നുള്ള വാരിയബിളിലോട്ട് അത് സ്റ്റോർ ആവുകയാണ് ചെയ്യുന്നത്.